ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത മാസമാണ് അർജന്റീന വളരെ സുപ്രധാനമായ ഫൈനലിസിമ മത്സരം കളിക്കുന്നത്. പിന്നീട് വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയുള്ള സ്ക്വാഡ് കണ്ടെത്താനുള്ള ശ്രമങ്ങളിലാണ് അർജന്റീനയുടെ പരിശീലകനായ സ്കലോണിയുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റൂമർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് തോമസ് പലാസിയോസ് എന്ന താരത്തെ ഇപ്പോൾ അർജന്റീനയുടെ പരിശീലക സംഘം പരിഗണിക്കുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. പുതിയ താരമാണ് തോമസ് പലാസിയോസ്. അദ്ദേഹത്തെ ദേശീയ ടീമിലേക്ക് സ്കലോണിയും സംഘവും ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് കേവലം 22 വയസ്സ് മാത്രമാണ് ഈ താരത്തിനുള്ളത്. സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് തോമസ് പലാസിയോസ്. നിലവിൽ ലോൺ അടിസ്ഥാനത്തിൽ അർജന്റീൻ ക്ലബ്ബായ എസ്റ്റുഡിയൻസിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത്. അവിടെ മികച്ച പ്രകടനം നടത്താൻ ഈ ഒരു സെന്റർ ബാക്കിന് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ അർജന്റീന പരിഗണിക്കുന്നത്. നേരത്തെ ഇറ്റാലിയൻ ക്ലബ്ബായ മോൺസക്ക് വേണ്ടി ഇദ്ദേഹം കളിച്ചിരുന്നു. ഇന്റർ മിലാന്റെ താരമാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം. പക്ഷേ ലോൺ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അർജന്റീൻ ക്ലബിന് വേണ്ടി കളിച്ചു കൊണ്ടിരിക്കുന്നത്. മികച്ച പ്രകടനമാണ് അർജന്റീനയിൽ ഇപ്പോൾ പുറത്തെടുക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ സാർമിയൻഡോ എന്ന ടീമിനെതിരെ എസ്റ്റുഡിയൻസ് വിജയിച്ചിരുന്നു. ആ മത്സരത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രകടനം അത് പരിശോധിക്കാം. ഡുവൽസിൽ 1-ാം സ്ഥാനത്തെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതായത് 9 ഡുവൽസുകൾ വോൺ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ റിക്കവറികൾ നടത്തിയ താരം അത് തോമസ് പലാസിയോസ് ആണ്. 7 റിക്കവറികളാണ് ഈ മത്സരത്തിൽ അദ്ദേഹം നടത്തിയത്. ഏറ്റവും കൂടുതൽ ടാക്കിളുകൾ നടത്തിയ താരം അത് തോമസ് പലാസിയോസ് ആണ്. 3 ടാക്കിളുകൾ നടത്തി. ഏറ്റവും കൂടുതൽ ക്ലിയറൻസുകൾ നടത്തിയ രണ്ടാമത്തെ താരം അത് തോമസ് പലാസിയോസ് ആണ്. 6 ക്ലിയറൻസുകൾ അദ്ദേഹം നടത്തി. അങ്ങനെ ഒരു കിടിലൻ താരമാണ് താൻ എന്നുള്ളത് തോമസ് പലാസിയോസ് ഇപ്പോൾ അർജന്റീനയിൽ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്കലോണി ഇദ്ദേഹത്തെ പരിഗണിക്കുന്നത്. സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് കൂടുതൽ മികച്ച താരങ്ങളെ ഇപ്പോൾ അർജന്റീനക്ക് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഓട്ടമെന്റിയൊക്കെ തൻ്റെ അവസാന സമയത്താണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ തോമസ് പലാസിയോസിനെ പോലെയുള്ള യുവതാരങ്ങളെ ഈ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ സ്കലോണി ആലോചിക്കുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കാണാം.